മാത്സ്യൂളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വളരെ സന്തോഷത്തോടെ സ്വാഗതം. നമ്മൾ ചാപ്റ്റർ 4-ന്റെ 4 ഭാഗങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലാസ് കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. അപ്പോൾ ആ ക്ലാസ്സിൽ നമ്മൾ ടെക്സ്റ്റിലുള്ള പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്തിട്ടില്ല. അപ്പോൾ ടെക്സ്റ്റിലുള്ള പ്രോബ്ലങ്ങൾ ക്രമത്തിൽ സോൾവ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പറും ആ നമ്പറിന്റെ ചോദ്യത്തിന് നമ്പറും നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് ഏത് ചോദ്യമാണ് ഇത് എന്ന് മനസ്സിലാവുകയും അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, പഠിക്കുന്ന സമയത്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്പെടുത്തി മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ നമ്മൾ പഠിച്ചത് 4ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അരിത്തമെറ്റിക് ഓഫ് പാർട്സ് ആണ്. അരിത്തമെറ്റിക് ഓഫ് പാർട്സ്, അതായത് ഭാഗക്കണക്കുകളാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതിൽ പറഞ്ഞത് നമ്മൾ എന്താണ്, ഭിന്നസംഖ്യകളുടെ ഫ്രാക്ഷൻസിന്റെ 4 ഓപ്പറേഷനാണ്. ഫ്രാക്ഷൻസിന്റെ കൂട്ടുക കുറക്കുക, 2 ക്രിയകൾ, ഒന്ന് ആഡ് ചെയ്യുക, ഒന്ന് സബ്ട്രാക്ട് ചെയ്യുക. സങ്കലനം, വ്യവകലനം, കൂട്ടുക കുറക്കുക, ഈ 2 കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ് ചോദ്യമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അവിടെ ഞാൻ പേജ് നമ്പറും നിങ്ങൾക്ക് പറഞ്ഞു തരും, ക്വസ്റ്റ്യന്റെ നമ്പറും നിങ്ങൾക്ക് പറഞ്ഞു തരും. ടെക്സ്റ്റ് ഉള്ളവർ അന്നേരം ടെക്സ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ എളുപ്പമാണ്. നോക്ക്, ഇതില് പേജ് 50 പേജ് നമ്പർ 50-ലെത്താം. നിങ്ങൾക്ക് അവിടെ 1, 2, 3, 4 ചിത്രങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ 4 ചിത്രത്തില് 1ാമത്തെ ചിത്രം ഒരു സർക്കിൾ തന്നിട്ട് ആ സർക്കിളിന്റെ 3 ഭാഗങ്ങൾ ഒരേ നിറം കൊണ്ട് കളർ ചെയ്തിട്ടുണ്ട്. അത് കളറ് നിങ്ങൾക്ക് ലൈറ്റ് ബ്ലൂ കളറാണ്, ഇത് നീല നിറമാണ് നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ലൈറ്റ് ഗ്രീൻ ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട്. ഇളം പച്ച നിറാണ് ഇത് കൊടുത്തിട്ടുള്ളത്, പച്ച നിറം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് ഈ 2 ഭാഗവും കൂടെ കൂട്ടിയിട്ട് എത്ര കിട്ടുന്നതിലാണ്. അതായത് നീല ഷെയ്ഡ് ചെയ്ത ഭാഗവും ഈ പച്ച ഷെയ്ഡ് ചെയ്ത ഭാഗവും കൂട്ടിയാൽ എത്ര കിട്ടുമെന്നാണ് ചോദിച്ചത്. ഈ 2 ഭാഗങ്ങൾ, ഈ ഭാഗവും ഇപ്പുറത്തെ ഭാഗവും ആഡ് ചെയ്താൽ. അപ്പൊ നമ്മൾ എന്തറിയണം, ആദ്യം ഈ നീല, ഈ വൃത്തത്തിന്റെ, ഈ സർക്കിളിന്റെ എത്ര പാർട്ടാണ്, എത്ര ഭാഗമാണ് ഉള്ളത് എന്ന് അറിയണം. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കുക. ആദ്യം ചെയ്യേണ്ടത് ഈ ചിത്രത്തിന് ആകെ എത്ര തുല്യ ഭാഗങ്ങളാക്കി, എത്ര ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഭാഗിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നോക്കൂ, 1, 2, 3, 4, 5, 6, 7, 8 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അപ്പൊ ആദ്യം ഞാൻ ബ്ലൂ ആണ് ഞാൻ എഴുതുന്നത്, നീല. അപ്പൊ 8 ഭാഗമാക്കിയതില് എത്ര ഭാഗമാണ് നീല? 1, 2, 3. ടെക്സ്റ്റത്തെ ചിത്രം എന്താ, നിങ്ങൾക്ക് അവിടെ കാണുന്ന ചിത്രത്തിൽ ശരിയായ കളർ ഉണ്ട്. അപ്പൊ അതിൽ എത്ര വരും? 8-ല് 3 ഭാഗമുണ്ട്. അതേപോലെ തന്നെ പച്ച നിറം, അതായത് ഗ്രീൻ കളറ്, എത്ര? പച്ച നിറം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. 8 പീസ് ഉണ്ട്, അതിൽ ഒറ്റ ഭാഗം മാത്രം, ഇത് മാത്രമാണ്. നിങ്ങൾക്ക് ശരിക്കും കളറുള്ള ചിത്രം തന്നെ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇത് 2ഉം കൂടെ ആഡ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 4 ബോക്സ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ പാർട്ട് എത്രന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ പാർട്ട്, ആകെ ഭാഗങ്ങൾ എത്ര ഭാഗമുണ്ട് ആകെ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ആൻസർ എഴുതും. ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ട് അവിടെ. ആ ബോക്സിനുള്ളിൽ നമ്മൾ ആകെ എത്ര ഭാഗം ഉള്ളത്? 1, 2, 3, 4, 5, 6, 7, 8 ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 8. അപ്പൊ ആദ്യത്തേതിന്റെ ആൻസർ ആയി. രണ്ടാമത്തേൽ തന്നിട്ടുള്ളത് ഇതേമാതിരിയുള്ള 4 ബോക്സുകളാണ്. ആദ്യത്തെ ചിത്രമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ബോക്സ് ഒക്കെ വരച്ചിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇങ്ങനെയാണ് അവിടെ നിങ്ങൾക്ക് കാണുന്നത്. ഇങ്ങനെ ഈക്വൽ ടു ഇങ്ങനെയാണ് ബോക്സ് ഉള്ളത്. അതിന്റെ അർത്ഥം എന്താണ്? ആദ്യം നമ്മൾ എഴുതേണ്ടത് കളറ് എത്ര, ഈ കളറ് നീല കളർ എത്രയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിവിടെ നമ്മൾ എഴുതി 3/8 എന്ന് എഴുതി. പിന്നെ പച്ച കളറാണ്, പച്ച കളർ എത്ര എഴുതി? 1/8 എന്ന് എഴുതിയത്. അപ്പൊ ഈ കിട്ടിയ വിലകള് നമ്മൾ ഇവിടെ എഴുതുക. ഇത് എഴുതുന്നത് ബ്ലൂ നീലക്ക്, ഇത് എഴുതുന്നത് ഗ്രീൻ. ഇങ്ങനെ മേലെ എഴുതണമെന്നൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു. ഇത് നീല, ഇത് പച്ച. അപ്പൊ നീല എത്രയാണ് വരിക? 3/8 പ്ലസ് അവിടെ 1/8.
ഓക്കെ, ഈ പ്ലസ് ചോദ്യത്തിലുണ്ട്. അപ്പൊ 3/8 1/8 ആണ് കൂട്ടേണ്ടത്. അപ്പൊ അത് നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. രണ്ട് സ്ഥലത്തും ഒരേ രീതി വരികയാണ്, നമുക്ക് അതന്നെ താഴെ എഴുതുക. 3ഉം 1ഉം കൂട്ടിയിട്ട് എത്ര എഴുതിയാ മതി? 3ഉം 1ഉം കൂട്ടിയിട്ട് 4/8. അപ്പൊ ഇവിടെ എഴുതേണ്ടത് എത്ര? 4/8. ഇതാ ഇത് രണ്ടും കൂട്ടിയിട്ട് ഡയറക്റ്റ് എഴുതിയാൽ മതി. ഈ താഴെ ഇത് എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് നേരിട്ട് എഴുതാം. പിന്നെ ഒരു കോളം കൂടിയുണ്ട്. അതെന്തിനാണ്? ഇതിനെ ചുരുക്കി എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതാൻ. ലോവസ്റ്റ് ഫോമില് ഈ കിട്ടിയതിന് ആൻസർ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്ക്, ഇത് രണ്ടും ഇവൺ നമ്പർ ആണ്, രണ്ടും ഇരട്ട നമ്പർ ആണ്. ഇരട്ട നമ്പർ ആവുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്ക്, 4/8. രണ്ടും ഇരട്ടയാവുകൊണ്ട് 2 കൊണ്ട് രണ്ടിനെയും പകുതി ആക്കാം. അപ്പൊ എത്ര കിട്ടും? 2/4 കിട്ടും. വീണ്ടും ഇരട്ട നമ്പർ തന്നെയാണ്. അപ്പൊ അത് എത്ര കിട്ടും? 1/2 കിട്ടും. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ ഫോം എത്രയാണ് വരിക? 1/2. ഇനി അറിയുന്ന കുറച്ച് നല്ല ധാരണയിലെ കുട്ടികൾ ഈ 2/4 എഴുതണം എന്ന് ആവശ്യമില്ല. 4/8. ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. 4 × 2 അല്ലേ 8. 4 × 1 ആണ് 4. അപ്പോ 1/2 എന്ന് ഡയറക്റ്റ് എഴുതാം. ഒന്നിന്റെ നേരെ ഇരട്ടി താഴെ വരികയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് 1/2. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് നുറുങ്ങ് വിദ്യകളും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലത്തെ എല്ലാ ചോദ്യവും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിലെ കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അതിന്റെ നേരെ താഴെ കാണുന്ന ഒരു ചിത്രമുണ്ട്. ആ വട്ടത്തില് എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. അവിടെയും 2 കളർ ഉണ്ട്. അപ്പൊ ഒന്ന് എന്ത് കളറാണ്? ലൈറ്റ് അല്ലെ, വയലറ്റ് കളറാണ്. ഒരു കളർ ലൈറ്റ് വയലറ്റ് ആണ്, മറ്റേത് ലൈറ്റ് റോസ് ആണ് അല്ലെ. ഇളം വയലറ്റും ഇളം റോസ് കളർ ഉള്ള 2 നിറങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പൊ അവിടെയും നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? നാം ഇവിടെ എഴുതി കഴിഞ്ഞാൽ അവിടെ ഞാൻ എഴുതാം, ഒന്ന് വയലറ്റ്, ഒന്ന് റോസ്. ഓക്കെ, കളറിലൊന്നും പ്രശ്നമാക്കണ്ട, കാരണം കളറിന്റെ പേരറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവിടെ കളറിന്റെ ചിത്രം തന്നെ തന്നിട്ടുണ്ട്, അതിന്റെ താഴെ നമ്മൾ എഴുതേണ്ട ഭാഗവും നമുക്ക് തന്നിട്ടുണ്ട്. വയലറ്റ് എന്ന് പറയുന്നത് നമുക്ക് വയലറ്റ്, റോസ്. ഓക്കെ, ഇവിടെ വയലറ്റ് എന്ന് ഞാൻ എഴുതുന്നു. ഓക്കെ, ഇതിനെ ഞാൻ റോസ് അല്ലെ പീച്ച് കളറ്. ഓക്കെ, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ഈ 2 കളറ് ഇവിടെ നമുക്കുണ്ട്. എത്ര ഭാഗം നോക്കിയാൽ ആകെ ചെയ്തത്? 1 2 3 4 5 6 7 8 ഭാഗം. ആ 8 ഭാഗത്തില് വയലറ്റ് കളർ എത്ര? 1 2 3 ഭാഗം നിങ്ങൾക്ക് അവിടെ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്, 3/8. അതേ സമയത്ത് റോസ് നിങ്ങൾ നോക്കിയാൽ, റോസ് ആ ചിത്രത്തിൽ നിങ്ങൾക്ക് എത്ര കാണാൻ പറ്റുന്നുണ്ട് നോക്കിയാൽ? 1 2 3 കളർ, അതും 8 എണ്ണത്തില് 3. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് എഴുതണം. അപ്പൊ ഏതെല്ലാം? 3/8 പിന്നെ 3/8 കൂട്ടിയിട്ട് എഴുതണം. ഇവിടെ ബോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ, ആ ബോക്സിൽ നിങ്ങൾ എഴുതിയാൽ മതി. ഈക്വൽ ടു നമ്മൾക്ക് എത്ര കിട്ടും? താഴെ 2 ഒരുപോലെ ആയതുകൊണ്ട് 8 മാത്രം എഴുതുക. 3യും 3യും കൂട്ടിയിട്ട് 6 എഴുതുക. ഇത് 2 കൂട്ടി എഴുതുന്നത് പോലെ താഴത്തെ കൂട്ടി ആഡ് ചെയ്ത് എഴുതിയേക്കല്ലേ, അപ്പൊ തെറ്റും. ഇത് അങ്ങനെ തന്നെ എഴുതുക, ഇത് 2 കൂടെ കൂട്ടി എഴുതുക. ഇനി ചുരുക്കുക. 6 8 2 ഇവൺ നമ്പർ ആണ്, ഇരട്ട നമ്പർ അല്ലേ. ഇരട്ട നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, നമുക്ക് 2 കൊണ്ട് ചുരുക്കാം, ഹരിക്കാൻ പറ്റും. അപ്പൊ 6ൽ എത്ര 2 വരും? 3 വരും. 8ൽ എത്ര വരും? നേരെ പകുതി എഴുതിയാൽ മതി. 2 കൊണ്ട് ഹരിക്കാൻ ഇത് ഓരോന്നിന്റെയും പകുതി എഴുതിയാൽ മതി, 3/4. അപ്പൊ അതിന്റെയും ആൻസർ ആയി കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് വൃത്തമല്ല, വൃത്തത്തിന് പകരം അവിടെ എങ്ങനെയാ ഉള്ളത് നോക്കിയാൽ, അവിടെ ഉള്ളത് ഒരു ബാറ് അല്ലേ. ഓക്കെ, ഒരു ഇങ്ങനെ നീളത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു കാര്യമായിട്ട് നമുക്കൊക്കെ തന്നിട്ടുള്ളത്. അതിന്റെ ഞാൻ ഒന്ന് വരച്ചുതരാം. ഇതാ ഇങ്ങനെ തന്നിട്ട് അതില് നമ്മൾ ഇതിനാ എത്ര ആക്കിയറിയോ? 1 2 3 4 1 2 3 4 5 ആകെ 10 കഷ്ണാക്കിയിട്ടുണ്ട്. ആ 10 കഷ്ണത്തിൽ ഈ ഒരു കളർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്, ശരിക്കും ചിത്രം കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ചതാണ്. ഇതുണ്ട്, പിന്നെ എന്തുണ്ട്? ഇവിടുന്ന് 3 എണ്ണം ഒന്നിച്ചിട്ടും ഒരേ കളർ കൊടുത്തിട്ടുണ്ട്. ഇത് 3 ഒരു കളറ്, ഇത് കളറ്. ഇതിന് എന്ത് കളറ്? ലൈറ്റ് യെല്ലോ, മഞ്ഞ കളറാണ് ഏകദേശം.
ഇളം മഞ്ഞ കളർ. ഓക്കെ, അപ്പൊ മറ്റേതോ ലൈറ്റ് റെഡ്, അതായത് റെഡ് കളർ, അതായത് ചുവപ്പ് കളർ. ഓക്കെ, ചുവപ്പ് കളറാണ് ഈ 3 എണ്ണം ഉള്ളത്. ഇനി നോക്ക്, നമുക്ക് ഇത് ഓരോന്നിന് എഴുതാം. യെല്ലോ കളറിന് നമുക്ക് എങ്ങനെ എഴുതാം? യെല്ലോ കളറ് മഞ്ഞ കളറിന്റെ എടുക്കാം. അപ്പൊ ഒരു ബോക്സ് തന്നിട്ടുണ്ടല്ലോ, ആ ബോക്സിൽ നമുക്ക് എത്ര എഴുതാം? മഞ്ഞ എത്രയുണ്ട് നോക്കിയാൽ. ഇതാകെ എത്ര ഭാഗാക്കി ആദ്യം നോക്കുക. ഇതിലത്തെ പ്രോബ്ലം ചെയ്യുമ്പോഴെല്ലാം ചെയ്യേണ്ടത് ആദ്യം എന്താ, ഇതിനാകെ എത്ര പീസാക്കിയിട്ടുണ്ട്, കഷ്ണാക്കിയിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 കഷ്ണം. നിങ്ങൾക്ക് അവിടെ 10 കാണാം. അതിൽ ഈ മഞ്ഞ എത്ര എണ്ണ ഉള്ളത്? ഒറ്റൊന്ന്. അപ്പൊ 1/10. ഇനി രണ്ടാമത്തെ കളർ റെഡിന്റെ എഴുതുക. റെഡ്, ചുവപ്പ്, ചുവപ്പ്. ഓക്കെ, അവിടെ ചിത്രത്തിലുണ്ട്. ഓക്കെ, അതിന്റെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ 1/10 നമുക്ക് ഇതിൽ എഴുതാം. 1/10. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഇന്ത്യോ ഇത് എത്രയുണ്ട്? റെഡ് എത്രയുണ്ട് നോക്കിയാൽ 1 2 3. അതും 10 എണ്ണത്തിൽ 3 എണ്ണല്ലേ വരിക. 10 അല്ലെ, ഔട്ട് ഓഫ് 10 ആണ് വരിക 3. ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ ടോട്ടൽ പാർട്ട് നമുക്കറിയാം. ടോട്ടൽ എത്ര പാർട്ട് ഉണ്ട്? 1 2 3, ഞാൻ 10 പറഞ്ഞിട്ടേ. അപ്പൊ ടോട്ടൽ പാർട്ട്, ആകെ ഭാഗങ്ങൾ ആകെ വരുന്നത് എത്ര? ഈസി ചോദ്യങ്ങളാണിത്. 10 ഭാഗം ആകെയുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ. ഇനി രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്ത് നോക്കിയാൽ മതി? രണ്ടും കൂടെ കൂട്ടണം. ഇത് രണ്ടും കൂടെ ചേർത്ത് കൂട്ടണം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 1/10 ഈ ബോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ, പ്ലസ് 3/10 ആണ്. ഇങ്ങനെ കൂട്ടുക. ഇങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? താഴെ 10 ഉണ്ടായതുകൊണ്ട് 10 തന്നെ. 1 ഉം 3 ഉം കൂട്ടണം, ആഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 4 കിട്ടും. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സില് നിങ്ങൾക്ക് ഇതിനെ ചുരുക്കി എഴുതണം. 2 ഇവൺ നമ്പർ അല്ലേ, ഇരട്ട നമ്പർ ആയതുകൊണ്ട് പകുതി എടുത്ത. അപ്പൊ നമുക്ക് എത്ര എഴുതാം? 4/10. 2ന്റെ പകുതി എടുത്താല് 2/5. 4ന്റെ പകുതി 2, 10ന്റെ പകുതി 5. 2 ഇരട്ട നമ്പർ ആണെങ്കിൽ പകുതി പകുതി എടുത്ത് ചുരുക്കി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ എത്ര കിട്ടും നമുക്ക്? 2/5. ഇനി ചുരുക്കി എഴുതാൻ പറ്റില്ല, കാരണം ഇത് ഇവൺ ഇരട്ടയാണ്, ഇത് ഓഡ് ഒറ്റയാണ്. അപ്പൊ അത് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതിന്റെ നമുക്ക് ആൻസർ ആയി. 4ാമത്തെ ചോദ്യം. ആ ചോദ്യത്തിന് പ്രത്യേകത, ആ രൂപം തന്നിട്ടുള്ള നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഒരു സ്ക്വയർ ആണല്ലേ, ഒരു സമചതുരാണ്. അതില് ഒരുപാട് ചെറിയ കളങ്ങള്, ബോക്സുകള് 2 വ്യത്യസ്ത കളർ ചെയ്തിട്ടുണ്ട്. ആ 2 വ്യത്യസ്ത കളർ ചെയ്തതും കൂട്ടിച്ചേരുമ്പോൾ ആ തന്നിരിക്കുന്ന ടോട്ടൽ ഫിഗറിന്റെ, ആകെ ചിത്രത്തിന്റെ എത്ര ഭാഗം ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത്, ശ്രദ്ധിക്കുക, ആദ്യം ചെയ്യുന്നത് ഈ ആകെ എത്ര കളങ്ങളുണ്ട്, എത്ര ഭാഗിച്ചിട്ടുണ്ട് തുല്യമായിട്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഡിവൈഡ് ചെയ്യുന്ന ഈക്വൽ പാർട്ട് എത്രയുണ്ട് നോക്കുക. 1 2 3 4. 1 2 3 4, 1 2 3 4, 1 2 3 4. അപ്പൊ ടോട്ടൽ എത്ര വരും? 16 എണ്ണം വരും. 4 8 12 16. അപ്പൊ ടോട്ടൽ വരുന്നത് എത്ര? 16. അതില് ഞാനിപ്പം ഇതിനെയാണ് ഞാൻ എന്താക്കിയിട്ടുള്ളത്? ലൈറ്റ് മഞ്ഞ കളറാക്കിയിട്ട് കണക്കൂട്ടിയിട്ടുള്ളത്. ഒറിജിനൽ ചിത്രം അവിടെ ഉണ്ട്. ഇവിടെ ഇതാണ് ലൈറ്റ് മഞ്ഞ. അപ്പൊ ലൈറ്റ് മഞ്ഞ എത്ര ഉണ്ട് നോക്കിയാൽ 1 2 3 4 5. അപ്പൊ മഞ്ഞ ഉള്ളത് 5 എണ്ണം. എത്രയിൽ 5? ടോട്ടൽ എത്രയാണ്? 16 എണ്ണത്തില് 5. ഓക്കെ, അപ്പൊ അത് ശരിയായി. രണ്ടാമത്തത് കാര്യം എന്താണ്? ലൈറ്റ് പച്ചയാവുണ്ട്. 1 2 3 4 5 6 7 പച്ച. 7 പച്ച. അത് എത്രയില്? 16. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം? 16 നേരത്തെ പറഞ്ഞല്ലോ. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് കിട്ടും 5/16 കൂട്ടണം. ഇതെത്ര? 7/16. അപ്പൊ 2 സ്ഥലത്തും 16 ഒരേപോലെ ആയതുകൊണ്ട് 16 തന്നെ. 5ഉം 7ഉം കൂട്ടിയാൽ നമുക്കറിയാം 12. ഇനി ഇതിനെ ചുരുക്കി എഴുതണം. 12/16 ചുരുക്കി എഴുതണം. നോക്കാം, 12/16 ഒറ്റയടിക്ക് എഴുതാൻ പറ്റുന്ന കുട്ടികൾക്ക് 3/4, 3/4 എന്ന് എഴുതാം. അങ്ങനെ പ്രയാസമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. 12 2 ഇരട്ട നമ്പർ ആയതുകൊണ്ട് ഇതിന് 6, ഇതിന് എത്ര എഴുതാം? 8. ഇതിന്റെ പകുതി 6, ഇതിന്റെ പകുതി 8, ഇതിന്റെ പകുതി 3, ഇതിന്റെ പകുതി 4. 2 സ്റ്റെപ്പിൽ ഉത്തരം കിട്ടും. ഡയറക്റ്റ് കിട്ടുന്ന കുട്ടികൾക്ക് 4നെ കൊണ്ട് ഇതിനും ഡിവൈഡ് ചെയ്യാം, 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ കറക്റ്റ് ആയിട്ട് വന്നു. അപ്പൊ ഏറ്റവും ചെറിയ രൂപം ഏതാ വരിക? 3/4. ഓക്കെ, ഇപ്പൊ നേരെ പകുതി കണ്ടാൽ പോരാ, അതിനെ വീണ്ടും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയും കൂടെ ചെയ്യണം. അപ്പൊ പ്രയാസമുള്ള കുട്ടികൾ 2 സ്റ്റെപ്പ് എടുത്തിട്ടെങ്കിലും കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് എത്തുക. അപ്പൊ ഇതാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഒരു രൂപങ്ങൾ തന്നിട്ട്
അതിലത്തെ ആകെ എത്ര ഭാഗമായി തുക സമ്മ് കണ്ടുപിടിക്കുന്നത്. രണ്ട് ഫ്രാക്ഷൻസ് കൂട്ടുന്നതാണ് ഇവിടെ നമ്മളിപ്പം ചെയ്തത്. ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ കുട്ടികളെ, ഇനി പേജ് 56 കാണുന്ന 3 ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ ചിത്രം നിങ്ങൾക്ക് ഒന്നാമത്തെ ചിത്രം കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് നീല കളറിൽ ഷെയ്ഡ് ചെയ്ത് 2 രൂപങ്ങൾ, 2 വൃത്ത ആകൃതിയുള്ള രൂപങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആദ്യം നോക്കുക, ആ ഒന്നാമത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആകെ എത്ര ഭാഗമാക്കിയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ 3 ഭാഗമാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിന് 3 ഭാഗമാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിൽ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? ആ ചിത്രം നിങ്ങൾ കണ്ടില്ലേ? ഇങ്ങനെയുള്ള ഒന്നില് എത്ര ഭാഗമുണ്ട് അവിടെ? ദാ ഇങ്ങനെയുള്ളതാണ് അവിടെ തന്നിട്ടുള്ളത്. എന്നിട്ട് ഇതിനെയാണ് അവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തത്? 3-ൽ 1 ഭാഗം ഷെയ്ഡ് ചെയ്തു. രണ്ടാമത്തെ ചിത്രം എത്ര ഭാഗം ഉണ്ട് നോക്കിയാൽ, എണ്ണി നോക്കിയാൽ നിങ്ങൾ 1 2 3 4 5 6 മുകളിലും 6 താഴെ, ടോട്ടല് 12 ഭാഗങ്ങളുണ്ട്. ശ്രദ്ധിക്കണേ, 12 എണ്ണം ഉണ്ട്. നേരത്തെ ചെയ്ത കണക്കിൽ ഇവിടെയും ഒരേ നമ്പർ ആയിരുന്നു, പക്ഷെ ഇവിടെ മാറി. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 12 ആണ്. ആ 12-ൽ എത്ര ഷെയ്ഡ് ചെയ്തിട്ട് നോക്കിയാൽ 1 2 നിങ്ങൾക്ക് അവിടെ കാണുന്നില്ലേ? 1 2 3 4 5 എണ്ണം അവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതാ, അപ്പൊ കൂട്ടേണ്ടത് എന്തല്ല, ഇതുമാണ് ആഡ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞത് മാതിരി ശ്രദ്ധിക്കുക മക്കളെ, നേരത്തെ പറഞ്ഞത് മാതിരി താഴെ ഒരേപോലെ അല്ല. അതുകൊണ്ട് മുകളിലും കൂട്ടിയിട്ട് ഇവിടെ എഴുതാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ ഛേദങ്ങള്, ഡിനോമിനേറ്റേഴ്സ് ഒരേപോലെ നമുക്ക് ആക്കിയിട്ട് എഴുതാൻ പറ്റണം. ഇവിടെ 1/3 ഉണ്ട്, ഇവിടെ 5/12 ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ കണക്ക് ചെയ്യാൻ പറ്റുക? ശ്രദ്ധിക്കുക, 1/, നമ്മൾ ഇവിടെ കാണുന്ന ഛേദങ്ങൾ ഏതെല്ലാണ്? 1 3 ആണ്, 1 ഏതാണ്? 12 ആണ്. 1 3 ആണ്, 1 12 ആണ്. അപ്പൊ 3ന്റെ മൾട്ടിപ്പിള് ഗുണിതങ്ങൾ എഴുതി വെക്കുക. 3 6 9 12 അറിയാലോ. 3ന്റെ മൾട്ടിപ്പിൾസ് നിങ്ങൾക്ക് അറിയാലോ. മൾട്ടിപ്പിൾസ് ഓഫ് 3 6 9 12 എന്ന് പറഞ്ഞ 12ന്റെ മൾട്ടിപ്പിള് ഏതല്ല വരിക? 12 24. വേണ്ട, അധികം എഴുതണ്ട, അധികം നിങ്ങൾക്ക് പ്രയാസമുള്ളതൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത്ര പോലെയാണ് വരിക. ഇനി എന്താ ചെയ്യേണ്ടത് അറിയോ? ശ്രദ്ധിക്കുക, ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്. ഈ 3ന്റെ ഈ 12ന്റെ മൾട്ടിപ്പിൾ ഇവിടെ എഴുതി വെച്ചു. ഇനി ശ്രദ്ധിക്കുക കുട്ടികളെ, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഇല്ല, അപ്പൊ 3 വരില്ല. 6 ഉണ്ട്, 6 ഇല്ല, 6 വരില്ല. 9 ഉണ്ട്, 9 ഇവിടെ ഇല്ല, അപ്പൊ 9ഉം വരില്ല. 12 ഇവിടെ ഉണ്ട്, 12 ഇവിടെയും ഉണ്ട്, അപ്പൊ 12 2 സ്ഥലത്തും ഉണ്ട്. ആ 12 ആണ് പ്രിയപ്പെട്ട കുട്ടികളെ ഇതിന്റെ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് നമുക്ക് ഇവിടെ വരേണ്ടത്. അപ്പൊ അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഈ 12 എന്ന് പറഞ്ഞ ഈ 1/3 നമ്മൾ എന്താക്കേണ്ടത്? 12ലേക്ക് മാറ്റേണ്ടത്, കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്ററിലേക്ക് മാറ്റേണ്ടത്. അതായത് ഏതോ ഒരു 12ലേക്ക് ഇതിനെ മാറ്റണം. ഇതിനെ 12ലേക്ക് മാറ്റാനുള്ള വഴി എന്താ? ഇതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ 12 ആയി. അപ്പൊ മുകളിലും 4 കൊണ്ട് ഗുണിക്കണം. 1 × 4 ഒരു 4 4. അപ്പൊ 4/12 എന്ന് കിട്ടി. അപ്പൊ 1/3 പകരം ഇവിടെ ഇനി എത്ര എഴുതണം? 4/12. രണ്ടാമത്തെ നോക്കിയ 12 തന്നെയാണ് ഇവിടെ ഉള്ളതും. എത്രയാണ്? 5/12 തന്നെ. അപ്പൊ 5/12 എന്ന് പറയുന്നതിനാ 12ലേക്ക് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ വേറൊന്നും ആലോചിക്കാനില്ല, അവിടെ 5 തന്നെ എഴുതിയാൽ മതി. കാരണം എന്താ? 12നെ 1 കൊണ്ട് ഗുണിച്ചിട്ടാണ് 12 കിട്ടുക, 5നെ 1 കൊണ്ട് ഗുണിച്ച 5. അപ്പൊ ഇവിടെയും വരുന്നത് ഒരേപോലെ ആണെങ്കിൽ ഇത് തന്നെ ഇവിടെ എഴുതിയാൽ മതി. അതേ സമയത്ത് ഇവിടെയും വ്യത്യാസമുള്ളതാണെങ്കിൽ ഇത് എത്ര ആക്കണമോ അതിനെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 3 × 4 ഇവിടെ ചെയ്തതുപോലെ ഇവിടെ 5/12. പ്രിയപ്പെട്ട കുട്ടികളെ, ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് കേട്ടോ ഇത്. ഇപ്പൊ നോക്കിയ താഴെ 2 ഒരേപോലെ വന്നു. അപ്പൊ നമുക്ക് 12 തന്നെ എഴുതാം. കറക്റ്റ്. മേലെ എത്ര എഴുതാം? 4ഉം 5 കൂട്ടി എഴുതാം, 9. മനസ്സിലായോ? താഴെ 2 ഒരേപോലെ വന്നതുകൊണ്ട് മേലെ 2 കൂട്ടിയിട്ട് 9. അപ്പൊ 9/12 ഇനി ചുരുക്കി എഴുതണം. ശ്രദ്ധിക്കണം, 9/12 നമ്മൾ ചുരുക്കി എഴുതാം. 2 ഇരട്ടയല്ല, ഈവൺ നമ്പർ അല്ല. അപ്പൊ അത് 2 കൊണ്ട് ഇനി ചുരുക്കാനാവില്ല. അപ്പൊ നമ്മൾ നോക്കാം, 3 കൊണ്ട് നമുക്ക് ചുരുക്കാം. ഇതിനെ 3 കൊണ്ട് ഹരിക്കുക, ഇതിനെയും 3 കൊണ്ട് ഹരിക്കുക. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3 കിട്ടും. 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. 9/3 gives 3. 12/3 gives 4. അപ്പൊ ഇവിടെ എത്ര ആൻസർ കിട്ടി? 3/4 എന്ന് കിട്ടി. നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ അതിന് വ്യക്തമായ കാരണങ്ങൾ അടക്കം എൻ്റെ കുട്ടികൾ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിൽ ഇത് എല്ലാ കാലത്തും
നിൽക്കുകയുള്ളൂ. ഓക്കെ, ഇവിടെ രണ്ടും ഇരട്ട അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്താ ആലോചിച്ചത്, ഇവിടെ ചുരുക്കി എഴുതാൻ ഒരു കോൾ ഉണ്ട്, അപ്പൊ എന്താണ് അതിന് ലോവസ്റ്റ് ഫോമിൽ എഴുതാന്ന് ആലോചിച്ച്. അപ്പോഴാണ് 3നെ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എളുപ്പം കിട്ടിയത്. ഓക്കെ, ശരി ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അവിടെ നിങ്ങൾ ചിത്രം എല്ലാവരും ഒന്ന് നോക്കിയാൽ രണ്ട് പച്ച കളറുള്ള രണ്ട് ചിത്രങ്ങളാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ചിത്രത്തിൽ രണ്ടാമത്തെ ചിത്രങ്ങൾ രണ്ട് പച്ച നിറവില്ല കണ്ടില്ലേ, അവിടെ ചിത്രം കണ്ടുവല്ലോ. അവിടെ കണ്ടതില് ആകെ എത്ര ഭാഗം ആക്കുന്നുണ്ട് നോക്കിയാൽ 1 2 3 4 5 6 കഷ്ണാക്കിയിട്ടുണ്ട്. ഇത് എത്ര കഷ്ണം? 6 കഷ്ണം. ഇനി രണ്ടാമത്തെ എത്ര കഷ്ണാക്കി നോക്കിയാൽ 1 2 3 4 കഷ്ണം. അപ്പൊ ഇത് 4 കഷ്ണം. ഇത് 6, ഇത് 4. ഈ 6ല് എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? ഒന്നാമത്തെ ചിത്രത്തില് 6ല് ഒറ്റ പച്ചയുള്ളൂ അല്ലെ, ഒരു കഷ്ണം മാത്രം പച്ച. ഈ രണ്ടാമത്തേലോ 4ൽ എത്ര പച്ചയുണ്ട്? 3 കഷ്ണം പച്ചയുണ്ട്. അപ്പൊ 3/4. അപ്പൊ എന്ത് ചെയ്യണം? 1/6ഉം 3/4ഉം ആണ് ആഡ് ചെയ്യേണ്ടത്. താഴെ രണ്ടും ഒരേപോലെയല്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ എടുക്കുക. 6 4. 6ന്റെ മൾട്ടിപ്പിൾ ഏതെല്ലാണ്? 6 12. ഓക്കെ, 4ന്റെ മൾട്ടിപ്പിൾ ഏതെല്ലാണ്? 4 8 12. 4ന്റെ മൾട്ടിപ്പിൾ ഗുണിതം 4 8 12. 6ന്റെ 6 12. ചില കുട്ടികൾ സംശയം വിചാരിക്കും, അതെന്താ മാഷ ഇവിടെ രണ്ടെണ്ണത്തിൽ നിർത്തിയെന്നൊക്കെ ചില കുട്ടികൾ വിചാരിക്കും. നമുക്ക് വേണമെങ്കിൽ 6 12 18 എന്നൊക്കെ നമുക്ക് എഴുതാം, കുഴപ്പമൊന്നുമില്ല. നോക്ക്, ഇനി നോക്ക്, 6 ഇവിടെ ഉണ്ട്. 6 ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ 6 കോമൺ ആയിട്ട് വരില്ല, പൊതു ഛേദമായിട്ട് വരില്ല. 12 ഇവിടെ ഉണ്ട്. 12 ഇവിടെ ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ 12 ആണ് രണ്ട് സ്ഥലത്തും ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ? ഈ 1/6ന്റെ ഛേദത്തിന് 6നെ 12ലേക്ക് മാറ്റണം. 6നെ 12ലേക്ക് മാറ്റണം. 4നെയും 12ലേക്ക് മാറ്റണം. ഈ 6നെയും 12ലേക്ക് മാറ്റണം. 6നെ 12ലേക്ക് മാറ്റണം. ഈ 4നെയും 12ലേക്ക് മാറ്റണം. നമുക്ക് നോക്കാം. 1/6 എത്രയിലേക്കാ മാറ്റേണ്ടത്? ഈ 6നെ ഏതിലേക്കാ മാറ്റേണ്ടത്? 12ലേക്ക് മാറ്റണം. 12ലേക്ക് മാറ്റാം. 6നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുക? 2 കൊണ്ട്. അത് ഓർമ്മിച്ച് പഠിക്കണേ. അപ്പൊ ഇതിനെയും 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഒരു 2 2. അപ്പൊ നമുക്ക് കിട്ടി 2/12 എന്ന് കിട്ടി. ഇനി ആരെ ചെയ്യണം? 3/4ന അതിന്റെ ഡിനോമിനേറ്ററിൽ എത്ര, ഛേദത്തിൽ എത്ര എത്തിക്കണം? അതും 12ല് 12ൽ എത്തിക്കണം. 4 12 ആവാൻ എത്ര കൊണ്ട് ഗുണിച്ചിട്ടുണ്ടാവും? 4 12 ആവാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലെ. 3 × 3 ആണ്. അപ്പൊ 3നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 3 നമുക്ക് എത്ര കിട്ടും? 9. നോക്കൂ കുട്ടികളെ, ഈ 1/6 എന്ന് പറയുന്നത് ഇപ്പൊ 2/12 ആയി. 3/4 എന്ന് പറയുന്നത് 9/12 ആയി. അപ്പൊ ഇതിന് പകരം ഈ കോളത്തില് അതിന് തുല്യമുള്ളത് എഴുതുക. അപ്പൊ ഇതിന് പകരം എത്ര എഴുതാം? 2/12. ഇതിന് പകരം എത്ര എഴുതുക? 9/12. രണ്ട് സ്ഥലത്ത് ഒരേപോലെ ആയതുകൊണ്ട് നമുക്ക് കൂട്ടി 12 തന്നെ എഴുതാം. ഒരേപോലെ വന്നു കഴിഞ്ഞാൽ അതങ്ങനെ എഴുതാം. പിന്നെ 2 9 എത്ര? 11. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? നമുക്ക് 11/12 എന്ന് പറയുന്ന ഭാഗം നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, ആകെ കിട്ടുന്നത് എത്രയാണ്? 11. അപ്പൊ ഒരു കോൾ അവിടെ അധികം ആയിട്ട് ഉണ്ട്. ഓക്കെ, നമുക്ക് തെറ്റിയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. 1/6 ആണ്, അത് 2/12 ആണ്. മറ്റേത് നമുക്ക് കിട്ടുന്നത് 3/4 ആണ്, അത് 9/12 ആണ്. 2 9 കൂട്ടി 11 ആണ്, 11/12. അപ്പൊ ഈ കോള ഇവിടെ ആവശ്യമില്ല, ഇവിടെ തന്നെ. ഇതിനെ ചുരുക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് അവിടെ അത് അങ്ങനെ വെച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. ഒരു ചുവന്ന കളറിലാണ് അവിടെ നിങ്ങൾക്ക് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്റെ കുട്ടികൾ പറഞ്ഞാൽ മൂന്നാമത്തെ ചിത്രം നോക്കുക. 2 ചുവപ്പ് കളറിൽ അടയാളപ്പെടുത്തിയ ചിത്രങ്ങളുണ്ട്. അതില് ആദ്യത്തേല് എത്ര കഷ്ണം ഉണ്ട് നോക്കിയാൽ ആകെ 1 2 3 4 5 കഷ്ണം ഉണ്ട് അല്ലെ. 5 കഷ്ണം ഉണ്ട് ആദ്യം. അപ്പൊ 5 ഞാൻ താഴെ എഴുതി വെച്ചു. രണ്ടാമത്തേൽ എത്ര കഷ്ണം ഉണ്ട് നോക്കിയാൽ 1 2 3 4 5 6 7 8 കഷ്ണം ഉണ്ട്. അപ്പൊ ഇതുള്ളത് എത്രയാണ്? 8. ഇനി ഈ ആദ്യത്തെ ചിത്രത്തില് 5 കഷ്ണത്തില് കുട്ടികൾ നോക്കുക, അവിടെ 5 കഷ്ണത്തില് എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 1 2 3 നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടല്ലോ. അപ്പൊ 3 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ 8ലോ 8 കാണുന്ന ചുവപ്പില് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, 1 2 3 ഇവിടെയും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ആദ്യത്തേല് 5 3 3/5 ഉണ്ട്. മറ്റേത് 3 ഔട്ട് ഓഫ് 8 ആണ് അല്ലെ. 8ല് 3 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നോക്കൂ കുട്ടികളെ, ഇങ്ങനെ നമുക്ക് ചെയ്തിട്ട് വരുമ്പോ താഴെ ഒരേപോലെയല്ല, മുകളില് ആയതുകൊണ്ട് കാര്യമില്ല. നമുക്ക്
താഴെ ഒരേപോലെയല്ല. അപ്പൊ താഴെ ഒരുപോലെ അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കോമൺ ഡിനോമിനേറ്റർ പൊതുഛേദാക്കി മാറ്റണം. അതിന്റെ വഴി എന്താണ്? ശ്രദ്ധിച്ചാൽ 5 എന്ന് എഴുതാ, 8. ഈ 5ന് ഈ 8നെയാണ് ഇവിടെ എഴുതിയ കേട്ടോ. 5ന്റെ ഗുണിതങ്ങൾ ഓർമ്മയുണ്ടല്ലോ. 5, 10, 15, പിന്നെ 20, പിന്നെ 25, 30, 35, 40 ഇങ്ങനെ വരും. 8ന്റെ ഗുണിതങ്ങൾ, 8ന്റെ ഗുണിതം ഏതല്ല വരല് നോക്കിയാൽ 8, 16, 24, 8ന്റെ 3, 8, 24, പിന്നെ 32, 32, പിന്നെ 40. കണ്ടില്ലേ? ഇത് 8ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് നോക്കിയാൽ 40 ഇവിടെയുണ്ട്, 40 ഇവിടെയുണ്ട്. രണ്ട് സ്ഥലത്തും വേറൊന്നും കോമൺ ഇല്ല. അപ്പൊ രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഈ 5നെ 40ലേക്ക് മാറ്റണം, ഈ 8നെയും ഏതിലേക്ക് മാറ്റണം? ഈ 40ലേക്ക് മാറ്റണം. അപ്പൊ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാ പറ്റല് നോക്കിയാൽ 3/5 അല്ലേ ഉള്ളത്, അതിനെ 40ലേക്ക് മാറ്റണം. അപ്പൊ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 5നെ 8 കൊണ്ട് ഗുണിച്ചാൽ 40 കിട്ടി. അപ്പൊ മുകളിലത്തിന് 8 കൊണ്ട് ഗുണിക്കുക. 3 8 24. അപ്പൊ ഒന്നാമത്തത് ശരിയായി, 24/40. ഇനി രണ്ടാമത്തത് നിങ്ങളൊന്ന് സ്വന്തം നോക്കിയാൽ 3/8 ആണ് അല്ലെ, 3/8 ആണ്. അതിനും ഏതിലേക്കാ മാറ്റേണ്ടത്? നമ്മള് 40ലേക്ക് തന്നെ മാറണം. അപ്പൊ 8നെ 40 ആക്കാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും? 5 കൊണ്ട്. അപ്പൊ മുകളിലും എത്ര? 5. 3 5 15. അപ്പൊ നമുക്ക് കിട്ടും 15/40. ആദ്യത്തത് കിട്ടുന്നത് 24/40, മറ്റേത് കിട്ടുന്നത് 15/40. കുട്ടികളെ, നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓരോന്നിന്റെയും പെട്ടെന്ന് തന്നെ പറയാൻ കിട്ടുന്ന രീതിയിൽ പഠിച്ചു വെക്കണം കേട്ടോ. ഗുണിത പട്ടിക, ഗുണനം നിങ്ങൾ കൃത്യം എല്ലാവരും പഠിച്ചു വെക്കണം. മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഇനി രണ്ടും കൂടെ 40 രണ്ടും ഒരേപോലെ ഉണ്ട്. അപ്പൊ 40 തന്നെ എഴുതാ. കൂട്ടുമ്പോ 40 തന്നെ എഴുതാ. താഴെ മേലെ 24ഉം 15 കൂട്ടുക. കൂട്ടാനാവുമല്ലോ. 24ഉം 15ഉം കൂട്ടുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 39 കിട്ടും. നോക്കിയാൽ 39/40. ഇനി ഇതിനെ നമുക്ക് ചുരുക്കി എഴുതാൻ കഴിയില്ല. ഇതിനെ ചുരുക്കി എഴുതാൻ കഴിയില്ല. അപ്പൊ അത് അങ്ങനെ തന്നെ വെച്ചാൽ മതി. എന്തുകൊണ്ടാ ചുരുക്കി എഴുതാൻ കഴിയില്ല പറഞ്ഞറിയോ? ഇത് ഇരട്ടയാണ്, ഇത് ഒറ്റയാണ്, ഇത് ഇവണാണ്, ഓടാണ്. അപ്പൊ 2 കൊണ്ടാവില്ല. പിന്നെ 3 കൊണ്ട് എന്ന് പറയുമ്പോ മേലത്തേനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷെ താഴത്തേനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. 3 കൊണ്ട് ഹരിക്കാൻ മുകളിൽ പറ്റും, താഴെ 3 ഉണ്ടാവില്ല. പിന്നെ 4 കൊണ്ട് ഇതിനെ പറ്റും, ഇതിനെ പറ്റൂല. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് 39/40 എന്ന് പറയുന്ന നമുക്ക് ആൻസർ അവിടെ കിട്ടും. 24ഉം 15 39/40 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോ ഇത് കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കിയല്ലോ. ഇവിടെ പറയുന്ന കാര്യം എന്താ? രണ്ടും വ്യത്യസ്ത ഛേദങ്ങളാവുമ്പോ അതിന്റെ മൾട്ടിപ്പിള്, അതിന്റെ ഗുണിതങ്ങൾ എഴുതിയിട്ട് കോമൺ ആയിട്ട് പൊതുവായിട്ടുള്ളത് കണ്ടുപിടിക്കുക. ഈ ഛേദം ഇതിനും പകരമായിട്ട് എഴുതണം, ഇതിനും പകരമായിട്ട് എഴുതണം. രണ്ട് സ്ഥലത്തും അങ്ങനെ എഴുതിയിട്ട് ആ രീതി ഒന്ന് കൃത്യമായിട്ട് എൻ്റെ മക്കള് പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, അതിന്റെ പേജിൽ തന്നെ താഴെ രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻസിൽ ഇതേമാതിരി ചിത്രങ്ങളില്ല, പകരം നിങ്ങൾക്ക് ഭിന്നസംഖ്യ തന്നെ, ഫ്രാക്ഷൻ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 2 ഭിന്നസംഖ്യകൾ ഫ്രാക്ഷൻ കാണുമ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഇത് രണ്ടും ഒരേപോലെയാണോ എന്നാ ഫസ്റ്റിൽ നോക്കേണ്ടത്. ഒരേപോലെ അല്ലെങ്കിൽ ഇത് രണ്ടിന്റെയും മൾട്ടിപ്പിൾ എഴുതിയിട്ട് ഗുണിതങ്ങൾ എഴുതിയിട്ട് പൊതുഗുണിതം, അതായത് രണ്ടിന്റെയും കോമൺ ആയിട്ട് വരുന്നത് നമ്പർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ. 4 8, 4ന്റെ മൾട്ടിപ്പിൾ എഴുതുക. ആദ്യം നോക്ക്, 4ന്റെ മൾട്ടിപ്പിൾ ഏതല്ല? 4 8 12. 8ന്റെ മൾട്ടിപ്പിൾ ഏതല്ല വരിക? 8 16 ഇങ്ങനെ വരും. ഇവിടെ 8 വന്നതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എഴുതാത്തത് കേട്ടോ. അപ്പൊ ഈ 1/4 നമുക്ക് ഈസിയാണ്. നമുക്ക് എത്രയിലേക്ക് മാറ്റണം? രണ്ട് സ്ഥലത്ത് 8 ഉണ്ട്, കണ്ടില്ലേ? 8 രണ്ട് സ്ഥലത്ത്. അപ്പൊ 8ലേക്ക് മാറ്റണം. 4നെ 2 കൊണ്ട് ഗുണിച്ചാൽ 8 ആയി. 1നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2. അപ്പൊ ഇതെത്രയായി? 2/8 ആയി. ഇനി ഇത് നോക്ക്, 1/8. ഇവിടെ 8 തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതിയാൽ മതി? അതിനെ വേറൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതിയല്ലോ. ഈ 2/8ഉം ഈ 1/8ഉം കൂട്ടിയാൽ മതി. 2നും 8 താഴെ ഉണ്ടല്ലോ. അപ്പൊ 2/8
പ്ലസ് 1/8. ഈസി ആണല്ലോ. താഴെ രണ്ടും ഒരേപോലെ 8 ഉണ്ട്, 2 1 3 ഉണ്ട്. സിമ്പിൾ അല്ലേ? അപ്പൊ ആൻസർ കിട്ടി 3/8. ഈ ഐഡിയ തന്നെയാണ് നമുക്ക് എല്ലാ പ്രോബ്ലത്തിലും ഉപയോഗിക്കുന്നത്. 4ഉം 6ഉം ഡിഫറെന്റ് വ്യത്യാസമാണ്. 4ന്റെ മൾട്ടിപ്ലൈ 4 8 12, 6ൻ്റെത് 6 12. അപ്പൊ നോക്കിയാൽ ഇവിടെയും 12 വന്നു, ഇവിടെയും 12 വന്നു. അപ്പൊ ഈ 3/4 എന്ന് പറയുന്ന ആദ്യത്തേതിന്റെ ഡിനോമിനേറ്റർ ഛേദം 12ലേക്ക് മാറ്റണം. 4നെ 12ലാക്കാൻ 3 കൊണ്ട്. അപ്പൊ ഇതിനെയും 3 കൊണ്ട്. 3 9. ഇനി ഇതിനെയും 1/6 ഏതിലേക്ക് മാറ്റണം? 1/6 ഒരു 12, ഏതോ ഒരു 12ലേക്ക് മാറ്റണം. 6നെ 2 കൊണ്ട് ഗുണിച്ചാ 12. അപ്പൊ 1നെയും 2, ഒരു 2 2. അപ്പൊ ഇതെന്ത് ചെയ്താൽ മതി? ഇതും കൂട്ടുന്നതിന് പകരം ആരെ കൂട്ടിയാ മതി? 9/12 2/12. മനസ്സിലായല്ലോ? ഇതും കൂട്ടിയാൽ മതി. ഇതിന്റെ തുല്യ ഭിന്നാണ് ഇത് കേട്ടോ, ഈക്വൽ ഫ്രാക്ഷൻ ആണ് ഇത്. അപ്പൊ രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. കോമൺ ഡിനോമിനേറ്റർ 12, 9 2 11. താഴെ ഒരേപോലെ ആയാല് മേലത്തെ 2 കൂട്ടി എഴുതിയാൽ മതി. സിമ്പിൾ ആണല്ലോ. ഓക്കെ. 1/3 2/5. 3ന്റെ മൾട്ടിപ്പിൾ ഏതെല്ലാം വരിക? 3 6 9 12 15. 5ന്റെ മൾട്ടിപ്പിൾ എന്നാ ശ്രദ്ധിക്കണേ, 5 10 15. രണ്ട് സ്ഥലത്തും പൊതുവെ രണ്ട് സ്ഥലത്തും വരുന്ന ഏത്? 15. അപ്പൊ എന്ത് ചെയ്യണം? 1/3 ഏതിലേക്ക് മാറ്റണം? ഒരു 15ലേക്ക് മാറ്റണം. 2/5 ഏതിലേക്ക് മാറ്റണം? ഒരു 15ലേക്ക് മാറ്റണം. ഓക്കെ. 2നെ മാറ്റിയാൽ മതി. 3നെ 15ലേക്ക് മാറ്റാൻ 5 കൊണ്ട്, ഇതിനെയും 5 കൊണ്ട്. 1 5 5. ഇതിന് 5നെ 15 ആക്കാം 3 കൊണ്ട്, ഇതിനെയും 3 കൊണ്ട്. അപ്പൊ 6/15. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുക. 5/15 ഈ 6/15 കൂടെ കൂട്ടിയാ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? താഴെ 15 തന്നെ കിട്ടും. 5ഉം 6ഉം കൂട്ടിയാൽ നമുക്ക് 11 കിട്ടും. കാര്യങ്ങള് എളുപ്പത്തിൽ ചെയ്യാൻ കുട്ടികൾക്ക് സാധിക്കണം. ദാ നോക്കൂ, ഇതും കൂട്ടുമ്പോൾ 15 താഴെ വന്നു, 5ഉം 6ഉം 11 വന്നു. ഇനി ഇത് നോക്കിയാൽ നിങ്ങള് 2 5 നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 2ഉം 5ഉം വരുമ്പോ പൊതുവെ 2ലും വരുന്ന നമ്പർ ഏതായിരിക്കും? ആ നമ്പറിനെ കൊണ്ട് 2നെയും ചെയ്യാൻ പറ്റണം, ആ നമ്പറിനെ കൊണ്ട് 5നെയും ചെയ്യാൻ പറ്റണം. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഇപ്പൊ 10 എന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലെ? 10 രണ്ട് സ്ഥലത്തും 10 വന്നാൽ മതിയല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് കിട്ടും 1/2 എന്ന് പറയുന്നത് ഒരു 10ലെത്തിക്കണം. അപ്പൊ 2നെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. 1നെയും 5 കൊണ്ട്, 1 5 5. അപ്പൊ 5/10 കിട്ടി. 10 കിട്ടി. 2/5 അതേമാതിരി മാറ്റുക. 2/5 ഇത് വേറെ തന്നെ ഒരു സ്റ്റെപ്പിലേക്ക് കൂടെ പോയിക്കോട്ടെ. 2/5 10ലേക്ക് മാറ്റുക. 10ലേക്ക് മാറ്റുമ്പോ എത്ര കൊണ്ട് ഗുണിച്ചു? 2 കൊണ്ട്. അപ്പൊ ഇതിനെയും 2 കൊണ്ട്. 2 2 4/10. അപ്പൊ ആരെല്ലാം കൂട്ടിയാൽ മതി? ഇത് രണ്ടും കൂട്ടിയാൽ മതി. 5/10 4/10 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 9/10. ഇനി ഇത് നോക്ക്, 3 5. 3 5ന്റെ നിങ്ങൾക്കറിയാം 3 6 9 12 15. 5ൻ്റെത് അറിയാം 5 10 15. രണ്ട് സ്ഥലത്തും വരുന്നത് എത്ര? 15 ആണ്. ഈ 15 രണ്ട് സ്ഥലത്തും വരുമ്പോ ഇതിന്റെ മൾട്ടിപ്പിളിലും 15 ഉണ്ട്, ഇതിന്റെ മൾട്ടിപ്പിളിലും 15 ഉണ്ട്. അങ്ങനെ വരുമ്പോ 2/3 എത്രയിലേക്ക് മാറ്റണം? നമ്മള് ഏതോ ഒരു 15ന്റെ ഛേദത്തിലേക്ക്, ഡിനോമിനേറ്ററിലേക്ക് മാറ്റണം. അപ്പൊ 3നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2ന് 5 കൊണ്ട്. 2 × 5 10 നമുക്ക് കിട്ടി. അതേമാതിരി ഈ 1/5നെയും ഏതിലേക്ക് മാറ്റുക? 15ലേക്ക് മാറ്റുക. അപ്പൊ × 3 ഓനെ കാണുന്നില്ലേ? 5 1 × 3. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. അപ്പൊ ഇതും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ 10/15ഉം 3/15ഉം കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ ആൻസർ നമുക്ക് എത്ര കിട്ടും? 15 കോമൺ ഉണ്ട്, 10 3 13/15 എന്ന് പറയുന്ന രീതിയിലുള്ള ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ. കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ 5 എക്സാമ്പിൾ ചെയ്തപ്പോ എന്റെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. കോമൺ, രണ്ടും ഡിഫറെന്റ് ഡിനോമിനേറ്റർ ആവുമ്പോൾ കോമൺ ആയിട്ടുള്ളത് കണ്ടുപിടിക്കുക. അതിൽ 2 5 പോലെയുള്ളതിൽ 10 ആയിരിക്കും.
3, 5 പോലെയുള്ളതിൽ 15 ആയിരിക്കും. കാരണം ഇതിന് രണ്ടിനും ഒന്നും കോമൺ ആയിട്ട് വേറെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത്. എന്താ 4, 6 വരുമ്പോൾ 24 എന്ന് ആയാലും ഉത്തരം കിട്ടുമായിരിക്കും. പക്ഷേ 4, 6 വരുമ്പോൾ 12 വരിക. ഇങ്ങനെ ഡയറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന കുട്ടികളായെങ്കിൽ നിങ്ങൾ ഈ മൾട്ടിപ്പിൾ ഗുണിതം എഴുതേണ്ട ആവശ്യമില്ല. നേരിട്ട് തന്നെ നിങ്ങൾ അതിന്റെ ഛേദത്തിലേക്ക് മാറ്റിയാൽ മതി. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത്. കൃത്യമായി പഠിച്ചു വെക്കണം. ഉയർന്ന ക്ലാസ്സുകളിലെല്ലാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. പല കുട്ടികൾക്കും പ്രയാസം, 10ാം ക്ലാസ്സിൽ എത്തുന്ന കുട്ടികൾക്ക് പോലും പ്രയാസമുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ. നമുക്ക് വീണ്ടും കാണാം. ബൈ.